ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ഉണ്ടാവും. 2 വീഡിയോ ആക്കി ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ 2 വീഡിയോ ആക്കി ചെയ്യാം, ഇല്ലെങ്കിൽ കുറച്ച് ലെങ്ത് ഉണ്ടാവും. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ പലരും വീഡിയോ കാണാൻ കയറി ഇട്ടിട്ട് പോകുന്നുണ്ടാവും. പക്ഷെ പ്രാർത്ഥനയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 50 വയസ്സിന് മുകളിലോട്ടുള്ളതില് ഒരു 100 പേരെ എടുത്താൽ ചിലപ്പോൾ അതിനകത്ത് ഒരു 10 പേർക്കായിരിക്കും ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് താല്പര്യമുള്ളത്. കാരണം നമ്മുടെ യൂത്തിനെ എടുത്തു കഴിഞ്ഞാൽ 1000 പേരിൽ ഒരാൾക്കായിരിക്കും ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് താല്പര്യമുള്ളത്. പക്ഷെ ഞാൻ ഒരു 100% ഉറപ്പ് പറയുന്നു, ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം 10 എന്നുള്ളത് 20ഉം 1 എന്നുള്ളത് ഒരു 10ഉമെങ്കിലും ആവും. കാരണം അതാണ് ഈ വീഡിയോയ്ക്കുള്ള ഒരു പ്രത്യേകത. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോയില് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ജീസൺ വേങ്ങാശ്ശേരി അച്ഛന്റെ ഒരു ഇന്റർവ്യൂ കാണാനിടയായി. അപ്പോ ആ ഒരു ഇന്റർവ്യൂവില് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ, അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ചെയ്യാൻ എന്നെയും പ്രേരിപ്പിച്ചത്. അച്ഛന്റെ കുറച്ച് വീഡിയോയുടെ ഭാഗങ്ങൾ ഞാൻ അവിടെ വെക്കുന്നുണ്ട്. അപ്പോ എന്താണ് പ്രാർത്ഥന? അത് ഞാനും കുറെ കാലമായിട്ട് ഇങ്ങനെ ആലോചിച്ച് നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. സൺഡേ സ്കൂളിലൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവുമായിട്ടുള്ള സ്നേഹ സംഭാഷണം എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു ക്രിസ്ത്യാനിയായി എനിക്ക് നന്മ നിറഞ്ഞ മറിയമേയും സ്വർഗസ്നാ പിതാവേയും ഒരു എത്ര നീള മാതാവേയും അങ്ങനെ കുറച്ച് പ്രിന്റ് ചെയ്ത പ്രാർത്ഥനകൾ അല്ലാണ്ട് നമുക്ക് മനസ്സിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല. കാരണം ഞാൻ ഈ മംഗലാപുരത്തും ഒക്കെ പഠിക്കുന്ന കാലത്തും അതുപോലെ ജോലി ചെയ്യുന്ന കാലത്തും ഒക്കെ എന്റെ കൂട്ടത്തില് പെന്തക്കോസ്റ്റുകാരും അതുപോലെ തന്നെ മർത്തോമക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് പ്രാർത്ഥിക്കുന്ന കണ്ടു കഴിയുമ്പോൾ കൊതി തോന്നിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇവരുടെ മനസ്സിൽ നിന്ന് ഈ പ്രാർത്ഥന വരുന്നതെന്ന് കൊതി തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയാ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറയും പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ലാസ്റ്റ് ഞാനൊരു സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്റർ ഇതെങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? അപ്പൊ എന്നോട് പറഞ്ഞു, നമ്മൾ സാധാരണ പറയുന്ന പോലെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ചോദിച്ചു, അപ്പോ നമുക്ക് ധൈര്യമായിട്ട് എന്നാ പറയണേ, എന്റെ അപ്പനോട് സംസാരിക്കുന്ന പോലെയോ ഒക്കെ അല്ലെ കൂട്ടുകാരോട് സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരിക്കും. ഉടനെ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു തന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ദൈവം അല്ലെങ്കിൽ ഈശോ എന്ന് പറയുന്നത് നമ്മുടെ അപ്പനാണ്, നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ ബ്രദറാണ്, എല്ലാമാണ്. അപ്പൊ നമുക്ക് ഏത് രീതിയിൽ സംസാരിക്കാം. ദൈവത്തിന്റെ കൂടെ സമയം ചെലവഴിക്കുമ്പോൾ അല്ല പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അടുക്കിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് എന്നൊരു സന്ദേശമാണ് പുള്ളിക്കാരത്തി എനിക്ക് തന്നത്. അപ്പൊ ഞാൻ അത് വെച്ചിട്ട് മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. പക്ഷെ ഈ അച്ഛന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിനുള്ള കറക്റ്റ് ഉത്തരം കിട്ടിയത്. എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുകയാണ്. അതിനു മുന്നേ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. എനിക്ക് തോന്നിയ ഒരു കാര്യം എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത്. അതായത് നമ്മുടെ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞു സ്വർഗസ്നാ പിതാവേ നന്മ പറഞ്ഞത്, ഇതൊന്നും മോശ പ്രാർത്ഥന എന്നല്ല, ഏറ്റവും നല്ല പ്രാർത്ഥനകളാണ്, ഏറ്റവും ശക്തിയുള്ള പ്രാർത്ഥനകളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോ അതില് കാരണം നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയുന്ന പ്രാർത്ഥന അത് ഫുള്ള് ദൈവവചനമാണ്. വചനം അതുപോലെ തന്നെ എടുത്ത് എഴുതി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയ്ക്ക് പകരം പലരും പാട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതിനകത്ത് 1 2 പാട്ട് ഒഴിച്ച് ബാക്കിയൊന്നും പാടരുതെന്ന് പല അച്ഛന്മാരും പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം അതൊന്നും ദൈവവചനമായിട്ടല്ല വരുന്നത്. മറ്റേ 1 2 പാട്ടുകളുണ്ടെന്ന് പറഞ്ഞു. അത് കൃത്യമായിട്ട് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് അത് ദൈവവചനത്തെ ഉൾക്കൊണ്ടാണ് ആ പാട്ടുകൾ വന്നിരിക്കുന്നത്. മറ്റതൊക്കെ ചുമ്മാ ഒരു പാടാൻ വേണ്ടിയിട്ട് ഒരു പാട്ടെന്നുള്ള രീതിക്കാണ് വന്നിരിക്കുന്നത്. അപ്പോ അതാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ പ്രത്യേകത. പക്ഷെ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഈശോ വളരെ കൃത്യമായിട്ട് ബൈബിളിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈശോയോട് ശിഷ്യന്മാര് പറഞ്ഞു, കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോ തമ്പുരാൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന. എന്താണ് ആ പ്രാർത്ഥനയുടെ പ്രത്യേകത? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇവിടെ ഈശോ ആദ്യത്തെ ഒരു 4 സെന്റൻസ് ആയിട്ട് പറയും, അല്ലെങ്കിൽ 2 സെന്റൻസ് ആയിട്ട് പറയുന്നത് എന്താണ്?
സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈവത്തിന് കൊടുക്കാനുള്ള എല്ലാ ബഹുമാനവും കൊടുത്തുകൊണ്ടാണ് ആ പ്രാർത്ഥന തുടങ്ങുന്നത്. അല്ലെങ്കിൽ നമ്മളൊക്കെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ഈ പറഞ്ഞ 2-3 പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവമേ എനിക്ക് അത് വേണം, ദൈവമേ എനിക്ക് ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനകളല്ലാണ്ട് നമ്മൾ ഇന്ന് വരെ നമുക്ക് കിട്ടിയിട്ടുള്ള ഉപകാരങ്ങൾക്ക് അല്ലെങ്കിൽ ദൈവം നമുക്ക് ചെയ്തു തന്നിട്ടുള്ള എല്ലാ പ്രവൃത്തികൾക്കും അല്ലെങ്കിൽ എല്ലാ നന്മകൾക്കും നമ്മൾ ഇന്ന് വരെ ആരെങ്കിലും നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആക്ച്വലി നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് ഇന്ന് വരെ നമുക്ക് കിട്ടിയ എല്ലാ ദൈവത്തിന്റെ പ്രവൃത്തികൾക്കും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. അതിനുശേഷമാണ് അതിന്റെ ബാക്കിയായിട്ട് ഈശോ പറയുന്നത്, അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. കാരണം നമ്മുടെ ആവശ്യങ്ങൾ പിന്നീടാണ് കർത്താവ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് അതിനകത്ത് ഉൾപ്പെടുത്തി. നമുക്ക് ഇന്ന് വരെ കിട്ടിയിട്ടുള്ള എല്ലാ നന്മകൾക്കും കർത്താവിന് നന്ദി പറഞ്ഞതിന് ശേഷമാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചോദിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട്. ഇതാണ് എനിക്ക് പ്രാർത്ഥനയെ പറ്റി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എനിക്ക് ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഞാനിപ്പോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യാറ്. എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ അത് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് കിട്ടിയ ഒരു അഡ്വൈസ് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഈ ജീസസ് അച്ഛൻ നമുക്ക് കൃത്യമായി, അല്ലെങ്കിൽ എന്താണ് പ്രാർത്ഥന എന്ന് ജീസസ് അച്ഛൻ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് അച്ഛൻ പറയുന്ന ഒരു കാര്യം, ആദ്യമായി ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ് പ്രാർത്ഥനയെന്നും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ എങ്ങനെ പ്രാർത്ഥിപ്പിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു, റിലീജിയൻ എങ്ങനെ സെലക്ഷൻ ഉണ്ടാക്കണം എന്നുള്ള കാര്യം. അതൊക്കെ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട്. 18 വയസ്സ് കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള മതം സ്വീകരിച്ചാൽ പോരെന്ന്. അതിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം അച്ഛനോടെ കൊടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം, അതിനുശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാം. നമ്മള് പ്രാർത്ഥന, എൻ്റെ ചെറുപ്പത്തിലെ പ്രാർത്ഥന ഓർമ്മ എന്ന് പറയുന്നത് എൻ്റെ വീടൊരു പള്ളിയുടെ മുന്നിലാണ്. അപ്പോൾ അതൊരു തെറ്റല്ല, അല്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഞാൻ അവിടെ ജനിച്ചു. അപ്പോൾ 6:45 മണിയടി കറക്റ്റാണ്, കൃത്യമാണ്. രാവിലെ കുർബാനയ്ക്ക് പോവുക, വൈകുന്നേരം 6:45 7 മണിക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യും. ഈ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് കളിച്ചോ എന്തെങ്കിലും TV എന്തെങ്കിലും ഒരു സമയത്താണ് പള്ളിമണി അടിച്ച നിമിഷം രേണു ടോം പ്രാർത്ഥന. ഇത് ഞാൻ വിചാരിച്ചു ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് എൻ്റെ വീട്ടിൽ. അപ്പോൾ എൻ്റെ ഹിന്ദു സുഹൃത്തുക്കൾ പറഞ്ഞാൽ ഞങ്ങൾ നാമം ജപിക്കുന്ന ആ സമയത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ വഴക്കുണ്ടാക്കിയും വന്നും ഇരുത്തിയിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട്. അത് നിർബന്ധിച്ച് പ്രാർത്ഥിപ്പിക്കുക. പക്ഷെ എൻ്റെ കോൺസെപ്റ്റ് അച്ഛൻ പറഞ്ഞ പോലെ എനിക്ക് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അതിന് ഇന്നൊരു സമയം ഉള്ളതില്ല, ഇന്നൊരു സ്ഥലം എന്നുള്ളതില്ല, പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ ശരിക്കുള്ളൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് എങ്ങനെയാണ്? എനിക്കൊരു മെഡിറ്റേറ്റിംഗ് ഒരു ഇഫക്റ്റാണ്. എൻ്റെ ശാന്തതയിൽ, എൻ്റെ സ്വസ്ഥതയിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിങ്ങനെ നിർബന്ധിച്ച് തല്ലിപ്പഴിപ്പിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശരി. ഇപ്പം റേനു പ്രാർത്ഥനയെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പം അച്ഛൻ്റെ റോൾ റേനു എടുത്തും സംശയമായിപ്പോൾ എനിക്ക്. അത്രയും കാര്യമായിട്ടാണ് പ്രാർത്ഥനയെ ചോദിക്കാനുണ്ട്. യെസ്, ആദ്യത്തെ പാർട്ട് ആദ്യം അഡ്രസ്സ് ചെയ്യാം. അതായത് കൊച്ചുനാളിലെ അടിച്ചേൽപ്പിച്ച് പ്രാർത്ഥിപ്പിച്ചു എന്നൊരു സങ്കടം റേനുവിന് കിടപ്പുണ്ട്. കുറച്ചധികം വിക്റ്റിമാണ്, അതിൻ്റെ ഒരു വിക്റ്റിമാണ് റേനു. അതിനകത്ത് ചിന്തിക്കേണ്ടതെന്നറിയാമോ? പള്ളിയിൽ പോയത് മാത്രമല്ല, ബാക്കിയെല്ലാം ഇതുപോലായിരുന്നു. റേനുവിനെ കഴിപ്പിച്ചത് ഇതുപോലായിരുന്നു, കുളിപ്പിച്ചത് ഇതുപോലായിരുന്നു, സ്കൂളിൽ കൊണ്ടുപോയത് ഇതുപോലായിരുന്നു. എല്ലാം ഒരു ടോർച്ചറിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ കാലത്ത്. നമ്മളൊന്നും അത്ര താല്പര്യത്തോടെ ഒന്നും ആ കാലത്ത് ചെയ്തിട്ടില്ല. അതിലൊന്നു മാത്രമാണ് പ്രാർത്ഥന. മറ്റതൊക്കെ നമ്മൾ പിന്നീട് എൻജോയ് ചെയ്ത് തുടങ്ങിയപ്പോൾ അതൊന്നൊരു കുറ്റമല്ലാതെ മാറുകയും പ്രാർത്ഥന ഇപ്പോഴും അത്ര ഒരു എൻജോയ്മെൻറ്റ് ഫാക്ടർ അല്ലാത്തതുകൊണ്ട് അതിനെ നമ്മൾ കുറ്റമാക്കി വെച്ചെന്നേ ഉള്ളൂ. ഉദാഹരണത്തിന് ചെറുപ്പത്തിൽ വാക്സിനേഷൻ എടുത്തത് റേനുവിൻ്റെ അമ്മ ചോദിച്ചു, റേനു വേദന എടുക്കും, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, നീ പറ എന്ന് പറഞ്ഞ് തലയാട്ട് കിട്ടിയിട്ടാണോ ഇഞ്ചക്ഷൻ എടുത്തത്? അല്ല. എന്താ ചെയ്തത്? നല്ലതാണെന്നറിയാവുന്നൊരു കാര്യം അമ്മ റേനുവിന് നൽകി. അതുപോലെയായിരുന്നു ഈ പ്രാർത്ഥനയും സ്പിരിച്വാലിറ്റിയൊക്കെ. അതുങ്ങൾ ശുദ്ധ മനസ്സോടെ ചെയ്തതാണ്. ഞാൻ അങ്ങനെ അതിനെ മനസ്സിലാക്കുന്നുണ്ട്. അവരറിഞ്ഞൊരു നല്ലതിനെ, ഒരു നേരിനെ അവരുടെ കുട്ടി നേരത്തെ അറിയണമെന്ന് ആഗ്രഹിച്ചു. അതാണ് ചെയ്തത്. പക്ഷെ അപ്പോഴും പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മേക്ക് ഷുവർ ദാറ്റ് യുവർ കിഡ്സ് ആർ എൻജോയിങ് ദിസ് പ്രയർ. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടോർച്ചറിങ് ആക്കി മാറ്റുന്നുണ്ട് പേരൻസ്. എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പേരൻസോട് സംസാരിക്കുമ്പോൾ പറയും, ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് പിള്ളേരെ വെറുപ്പിക്കരുത്. അങ്ങനെ ചെയ്താൽ ഒടുക്കം പിള്ളേർക്ക് ദൈവത്തോട് തന്നെ വെറുപ്പായി പോകും.
അത് നിങ്ങളുടെ കീഴിൽ നിൽക്കുന്ന കാലത്ത് അവർ പ്രാർത്ഥിക്കും. കാരണം അവർ മൈനറാണ്, ഡിപ്പെൻഡൻ്റ് ആണ്. അവരുടെ തന്നെ കാലം നിൽക്കുന്ന ഒരു കാലം വരും. അന്ന് അവർ ആദ്യം തള്ളി പറയുന്നത് നിങ്ങൾ പഠിപ്പിച്ച ഈ പ്രാർത്ഥനകളും ഈ ദൈവത്തെ ആയിരിക്കും. അതിൻ്റെ മെയിൻ കാരണം ദൈവത്തോട് ഇഷ്ടക്കരുണ്ടായിട്ടല്ല. അവർക്ക് മനസ്സിലായി അമ്മയെ തോപ്പിക്കാൻ ഇതാണ് ഏറ്റവും നല്ല ആയുധം. എനിക്ക് ദൈവവിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ അമ്മയൊന്ന് പത്തി താഴ്ത്തു. അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മൾ ഓർക്കേണ്ടതൊരു ദിവസം വരും അവരുടെ ലൈഫിൽ, അന്ന് നമ്മൾ ഉണ്ടാകണമെന്ന് പോലും ഇല്ല, ഒന്നും ഹെൽപ്പ് ചെയ്യാത്തൊരു ദിവസം വരും. അവർ പഠിച്ചെടുത്ത വിദ്യാഭ്യാസവും അവർ നേടിയെടുത്ത സമ്പത്തും അവരുടെ സ്വാധീനവും സത്പേരും ഒന്നും തുണയ്ക്കെത്താത്തൊരു ദിവസം വരും. അന്ന് അപ്പനും അമ്മയും പോലും ഉണ്ടാകണമെന്നില്ല. അന്ന് അവരെങ്ങോട്ട് കണക്റ്റഡ് ആവും. അന്ന് ഫെയ്ത്ത് ചെറുപ്പത്തിൽ കിട്ടാത്ത കുഞ്ഞുങ്ങൾ സങ്കടപ്പെടും. എൻ്റെ അപ്പനും അമ്മയും എനിക്കെല്ലാം തന്നു, ദൈവത്തെ തന്നില്ലല്ലോ. അവനത് ചോദിക്കാൻ കാര്യം അവൻ കാണുന്നുണ്ട് അപ്പുറത്തെ മുറിയിൽ അവൻ്റെ ഫ്രണ്ടുണ്ട്, അവനൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അവൻ ദൈവത്തിലേക്ക് കണക്റ്റഡ് ആവുകയും റിക്കവർ ആകുന്നത് കണ്ടു. ഇവൻ അങ്ങനെ ഒരു ഹോപ്പേ ഇല്ല, എങ്ങോട്ട് കണക്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കുഞ്ഞുനാളിലെ ഫെയ്ത്ത് ഫോർമേഷൻ എന്ന് പറയുന്നത് ചാർജിങ് സ്പോട്ട് എവിടെ നിന്ന് കാണിച്ചു കൊടുത്താൽ മതി. സമയമാകുമ്പം അതുങ്ങൾ പോയി പ്ലഗ് ചെയ്യട്ടെ. അതിനുള്ള ഫോർമേഷൻ ഒന്നും അറിയാൻ മേലാതായി പോയാലോ, ചുമ്മാ ഇങ്ങനെ പരതി നിൽക്കത്തില്ലേ, അത് വരാതിരിക്കും. അത്രയും കൊടുക്കുക, അത് കൊടുക്കണം, അത് ഒഴിഞ്ഞു മാറരുത്. യെസ്, ഞാൻ അറിയാൻ ആഗ്രഹിച്ചൊരു കാര്യത്തിൻ്റെ ഉത്തരം ആണ് അച്ഛനിപ്പോൾ പറഞ്ഞത്. അതായത് ഞാനിപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ളത്. ഏത് റിലീജിയനിലാണെങ്കിലും സ്പിരിച്വാലിറ്റിയെയും ഇതിനെയും തിരിച്ചറിയാൻ വയ്യാതെ അതിൻ്റെ പല ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയാൻ വന്നൊരു കാര്യം, എന്തുകൊണ്ട് ഇവർക്ക് തിരിച്ചറിവായിട്ട് ഇവർ തന്നെ ഒരു മതം സ്വീകരിക്കട്ടെ എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ഞാൻ ആലോചിച്ചത്. അതായത് അവർ ആയി പള്ളിയിൽ പോകണം, അമ്പലത്തിൽ പോകണം. LKG കൊണ്ട് കൊച്ചുങ്ങൾ ഇത്ര ഫീസ് കൊടുത്ത് ചേർക്കുന്നത് എന്തിനാ? 18 വർഷം സൗകര്യം ഉണ്ടെങ്കിൽ പഠിച്ചാൽ പോരെ. വൈകിപ്പോയി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിത് ചെറുപ്പം തൊട്ടേ കിട്ടട്ടെ, എന്നിട്ട് അവന് ഇഷ്ടമുള്ള സ്ട്രീം അവൻ ഓപ്റ്റ് ചെയ്യട്ടെ. സമയമാകുമ്പോൾ ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കട്ടെ. അത്ര റിലീജിയനും ചെയ്യുന്നുള്ളൂ. മതം മാത്രം കുറ്റക്കാരാകരുത്. ചെറുപ്പത്തിലെ നമ്മളോട് സിലബസ് എന്ത് കട്ടിയുള്ളതാണ്, ഇതിനെല്ലാം പഠിപ്പിക്കുന്നത്. അത് കഴിയുമ്പോൾ അവൻ മനസ്സിലാകും എന്താണ് അവന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുക്കുക. പഠിപ്പിച്ചു കൊടുത്താൽ അവൻ ആവശ്യമുണ്ടെങ്കിൽ അവൻ എടുക്കട്ടെ. അത് ശരിക്കും ഇതിൻ്റെയൊക്കെ റിസൾട്ട് നോക്കിയിട്ടാണ് ഈ പഠിപ്പിച്ച മതവും ഈ പഠിപ്പിച്ച പ്രാർത്ഥനയും എന്നെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കുന്നുണ്ടോ, അത്രയും എടുത്താൽ മതി. കൊടുക്കാനുള്ളത് കൊടുത്തു വെക്കുക. ഇനി അപ്പം അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതിൽ നിന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രാർത്ഥിപ്പിക്കേണ്ടതെന്നും. ഒട്ടുമിക്ക മാതാപിതാക്കളും കുട്ടികളെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നത് ഒരു ഭയങ്കരമായിട്ട് വന്ന് പ്രാർത്ഥിക്കടാ എന്നൊരു സ്റ്റൈലിലാണ്, അല്ലെങ്കിൽ വാട ആ ഒരു സ്റ്റൈലിലാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം മാതാപിതാക്കൾ ഉള്ള സമയത്ത് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഞാനും അതിലൊരു ഭാഗമാണ്. നേരത്തെയൊക്കെ എനിക്ക് പ്രാർത്ഥിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു. ഇപ്പോ വൈകുന്നേരം ഞങ്ങൾക്ക് ഇവിടെ എന്റെ വീട്ടിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സമയമല്ല, ഒരു ഇന്ന സമയം എന്നൊന്നുമില്ല. എപ്പോ സന്ധ്യയാവുന്നു അതാണ് പ്രാർത്ഥനയുടെ ടൈം. കാരണം സന്ധ്യാപ്രാർത്ഥന സന്ധ്യയാവുമ്പോൾ, അത് എന്റെ വല്യപ്പനായിട്ട് തുടങ്ങി വെച്ചൊരു സംഗതിയാണ്. സന്ധ്യയാവുമ്പോൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇപ്പൊ 6:30 സന്ധ്യ ആയി കഴിഞ്ഞാൽ 6:30 പ്രാർത്ഥന, 7 മണിക്കാണ് സന്ധ്യയാവുന്നെങ്കിൽ 7 മണിക്ക് പ്രാർത്ഥന. അപ്പോൾ നമ്മൾ സന്ധ്യയാവുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെല്ലുകയാണ് അങ്ങോട്ട്. അതിനേക്കൊരു താല്പര്യം വന്നെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ പണ്ട് നമുക്ക് ഒരു പ്രശ്നം ഇതായിരുന്നു, മാതാപിതാക്കൾ നിർബന്ധിക്കുന്നതിന്റെ പേരിൽ അവർക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോ അത് മാറിയിട്ട് ഇപ്പൊ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായി ഇത് മാറിയിരിക്കുകയാണ്. അതാണ് അതിനകത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും. അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് 18 വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള മതം സെലക്ട് ചെയ്യാൻ പാടില്ലേ എന്നുള്ളത്. വളരെ കൃത്യമായിട്ടൊരു ഉത്തരവല്ലേ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കൊണ്ടുപോയി സ്കൂളിൽ ചേർത്തപ്പോൾ ചോദിച്ചില്ല നിനക്ക് സ്കൂളിൽ പഠിക്കാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് ഇന്ന സ്കൂൾ വേണോ എന്നൊന്നും ചോദിച്ചില്ല. അവര് നമുക്ക് ആവശ്യമുള്ള സംഗതി അവർ നമുക്ക് ചെയ്തു തന്നു. അതുപോലെ തന്നെയാണ് മതവും മറ്റെല്ലാ കാര്യങ്ങളും. ഇതൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങൾ കൃത്യമായിട്ട് നമുക്ക് തന്നു. അല്ലാണ്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. 18 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മതത്തിലേക്ക് പോകാനുള്ള ഒരു ഫ്രീഡം നമുക്ക് അത് ഈ ഇന്ത്യ മഹാരാജ്യം നമുക്ക് തരുന്നുണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയത് നല്ലതാണെങ്കിൽ ഒരിക്കലും നമ്മളത് കളഞ്ഞിട്ട് പോവില്ല. കിട്ടിയത് നല്ലതാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കളഞ്ഞിട്ട് പോവില്ല. അതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോ നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ അച്ഛൻ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. അതായത് എന്നെ രക്ഷിക്കാൻ പ്രാർത്ഥന മതിയോ എന്നൊരു ചോദ്യം ആ ഒരു ആങ്കർ ചോദിക്കുന്നുണ്ട്. അപ്പോ അച്ഛൻ അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും പറയുന്നുണ്ട്. കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും അച്ഛൻ അതിന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം, അതിനുശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇനി അതുപോലെ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം ഞാനൊരു പ്രശ്നത്തിൽ നിൽക്കുന്നു, എൻ്റെ അപ്പുറത്തുള്ളവൻ പ്രാർത്ഥിക്കുന്നു,
അതിലേക്ക് പോകുന്നു. പക്ഷേ ഇപ്പം എനിക്കിപ്പോൾ എക്സാമ്പിളായിട്ട് പറയാനുള്ള എനിക്കൊരു സിനിമയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പം ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്നൊരു സിനിമയിൽ പ്രശ്നങ്ങളിലൂടെ ശ്രീനിവാസൻ ഒളിച്ചോടുന്നത് ഈ ഒരു പ്രാർത്ഥനയിലേക്കാണ്. ട്രാൻസ് എന്ന് പറയുന്നൊരു സിനിമയിൽ ഈ ഒരു പ്രാർത്ഥനയിൽ മാത്രം വിശ്വസിച്ച്, ഇത് റിയൽ ലൈഫിൽ നിന്ന് എടുത്ത സാധനങ്ങളാണ് ഇത് രണ്ടും. അപ്പം പലപ്പോഴും ഒരു സ്പിരിച്വാലിറ്റി, ഒരു പ്രാർത്ഥന, ഇതും മതി എന്നെ രക്ഷിക്കാൻ എന്നുള്ള ഒരു ചിന്താഗതി ഒരു അബദ്ധമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എവിടെയാണ് അതിനൊരു അതിർത്തി വരയ്ക്കേണ്ടത്? നല്ല ചോദ്യമാണ്. ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ ഒരു റിലീജിയസ് സ്പിരിച്വൽ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ വളരെ റെലവൻസ് ഉണ്ട് അതിന്. കാരണം വെച്ചാൽ മതവും വിശ്വാസവും യുക്തിയില്ലായ്മയുടെ പേരല്ലത്. യുക്തി ഇതിൻ്റെ പാക്കേജിൻ്റെ ഭാഗമാകണം. അത് ജോൺ പോൾ സെക്കൻഡ്, ദ ഗ്രേറ്റ് പോപ്പ്, റീസെൻറ്റ് ടൈംസിലെ വലിയ പോപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തന്നെ ഇതാണ്, തലക്കെട്ട്. ലാറ്റിനിൽ ഇങ്ങനെയാണ്, ഫീദസ് എത്ത് റാസിയോ, ഫെയ്ത്ത് ആൻഡ് റീസണിങ്. ഒരു പോപ്പിൻ്റെ പുസ്തകം നോക്കണം, ഫെയ്ത്ത് ആൻഡ് റീസണിങ്. യുക്തി പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നത് വിശ്വാസവും യുക്തിയും 2 ചിറകുകളാണ് ദൈവത്തിലേക്ക് യാത്ര ചെയ്യാൻ. എപ്പോഴും നമുക്ക് ക്ലാരിറ്റി ഉണ്ടാകണം. യുക്തിയില്ലാത്ത വിശ്വാസം അന്ധവിശ്വാസം എന്ന് അവസാനിക്കും. വിശ്വാസമില്ലാത്ത യുക്തി ജസ്റ്റ് പ്രാഗ്മാറ്റിക് ലൈഫാണ്. അന്നത്തേക്കുള്ളൂ, ഇന്നർ മീനിങ് കിട്ടത്തില്ല. രണ്ടും ബ്ലെൻഡ് ചെയ്യണം. ഇപ്പോൾ പറഞ്ഞ രോഗാവസ്ഥയ്ക്ക് ശാസ്ത്രം ദൈവത്തിൻ്റെ തന്നെ സമ്മാനമാണ്. വെച്ചാൽ മനുഷ്യന് ബുദ്ധി കൊടുത്താരാ? ദൈവമാണ്. അപ്പോൾ ശാസ്ത്ര ലോകത്തെ തള്ളി പറഞ്ഞിട്ടല്ല വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ചികിത്സിക്കണം. ഇനി ദൈവം സൗഖ്യം തരുന്ന കേസുകളില്ലേ? ഉണ്ട്. അപ്പോൾ ദൈവത്തിന് ഏറ്റു പറയുക. അത് നമ്മൾ കാരണവന്മാർ പറയത്തില്ലേ, താൻ പാതി ദൈവം പാതി. സിമ്പിളാണ്, സിമ്പിൾ ആസ് ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. പക്ഷെ പ്രാർത്ഥന ചെയ്യാനുള്ളത് പ്രാർത്ഥന ചെയ്യുക, ദൈവത്തോട് പറയുക, പ്രാർത്ഥിക്കുക. ഇപ്പുറത്ത് ചികിത്സ ചെയ്യുക. ചികിത്സ ചെയ്യാതിരുന്നിട്ട് നമ്മൾ ചത്തപ്പടെ ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കും, എടാ ഹോസ്പിറ്റലും അത് പിന്നിൽ ചെയ്തതും ആ പഠിച്ചതും ഒക്കെ ഞാൻ കൊടുത്ത ബുദ്ധിമുട്ടല്ലേ, അങ്ങോട്ട് തന്നെ പോഞ്ഞേ, അത് മണ്ടത്തരല്ലേ കാണിച്ചത്, ദൈവം തന്നെ ചോദിക്കും. അത് ഉപയോഗിക്കണം. ശാസ്ത്രം മതത്തിൻ്റെ ശത്രുവൊന്നുമല്ല, തെറ്റിദ്ധാരണയാണ്. ശാസ്ത്രം മതത്തിൻ്റെ ശത്രുവൊന്നുമല്ല. യെസ്. ഇപ്പോ ഇതില് പ്രാർത്ഥന, എന്നെ രക്ഷിക്കാൻ പ്രാർത്ഥന മതിയോ എന്നുള്ള ആ ചോദ്യത്തിന് അച്ഛൻ പറഞ്ഞത് മറുപടി നിങ്ങൾ കേട്ട് കാണും. കാരണം മതവും യുക്തിയും ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. കാരണം ഒരു മതത്തിൽ അല്ലെ വിശ്വാസത്തിന് യുക്തിയും കൂടെ ആവശ്യമാണ് പല കാര്യങ്ങളിലും. ഓക്കെ, അതുപോലെ തന്നെയാണ് തിരിച്ചും. ഇത് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഒരു മനുഷ്യന്റെ 2 ചിറകുകളാണ്, യുക്തിയും വിശ്വാസവും. അതുപോലെ തന്നെ ശാസ്ത്രം ദൈവത്തിന്റെ തന്നെ സമ്മാനമാണ്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ബുദ്ധി നമുക്ക് തന്നത് ദൈവമാണ്. പണ്ട് ഞാനൊരു കഥ ഓർക്കുകയാണ്. ഇപ്പൊ ഒരു വെള്ളപ്പൊക്കത്തിൽ ഒരു മനുഷ്യൻ 4 സൈഡിലും വെള്ളത്തിൽ ചുറ്റപ്പെട്ടു പോയി. അപ്പോ ആ മനുഷ്യൻ ദൈവത്തോട് കിടന്ന് പ്രാർത്ഥിക്കുകയാണ്, യാചിക്കുകയാണ്, ദൈവമേ എന്നെ രക്ഷിക്കണമേ, ദൈവമേ എന്നെ രക്ഷിക്കണമേ. ദൈവം ആദ്യം അതുവഴി ഒരു വള്ളക്കാരൻ വന്നു. അവൻ അവിടെ കയറിയില്ല. അവനെ ദൈവം വന്ന് രക്ഷിക്കണം എന്ന് വാശി പിടിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം അതിലെ ഒരു ബോട്ട് വന്നു, അവൻ അതിലും കയറിയില്ല, ദൈവം വന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമത് അതുവഴി ഒരു ഹെലികോപ്റ്റർ വന്നു, അവർ കയറൊക്കെ ഇട്ട് കൊടുത്തു, പക്ഷെ അവൻ അതിൽ കയറിയില്ല. പക്ഷെ അതിനുശേഷം വെള്ളം വന്ന് മൂടി, അവൻ മരിച്ചുപോയി. തിരിച്ച് അവൻ ദൈവത്തിന്റെ സമക്ഷത്തിലെത്തിയപ്പോ അവൻ ദൈവത്തോട് ചോദിച്ചു, നീ എന്നെ രക്ഷിക്കാൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം എന്നോട് ചോദിച്ചു, ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ആദ്യമേ ഒരു വള്ളം അയച്ചു, അതിൽ നീ കയറിയില്ല. പിന്നെ ഒരു ബോട്ട് അയച്ചു, അതിലും നീ കയറിയില്ല. അവസാനം ഞാൻ ഒരു ഹെലികോപ്റ്റർ അയച്ചു, അതിലും നീ കയറിയില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് നിന്നെ രക്ഷിക്കേണ്ടത് എന്ന് ദൈവം അവനോട് ചിരിച്ചു ചോദിക്കുന്നു. അതാണ് നമുക്ക് ഒരിക്കലും ദൈവം നമ്മുടെ അടുക്കൽ നേരിട്ടല്ല വരുന്നത്, നമുക്ക് പല രീതികളിലാണ് വരുന്നത്. അപ്പോ അതാണ് അച്ഛൻ പറഞ്ഞത്, വിശ്വാസവും യുക്തിയും ബ്ലെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ തന്നെ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞത് വളരെ കൃത്യമല്ലേ. പണ്ടൊക്കെ അമ്മച്ചിമാർ പോയിരുന്ന് കുട്ടികളോട് പറയും, പോയിരുന്ന് പഠിക്കടാ എന്ന് പറയും. അതായത് അല്ലെങ്കിൽ കുട്ടികൾ പറയായിരുന്നു, എന്റെ പാതി പറ്റിയല്ല, ദൈവത്തിന്റെ പാതി മതി എന്നൊക്കെ പറയില്ലായിരുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുക, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക. കാരണം ഇപ്പൊ നമ്മളൊരു എക്സാം വളരെ മനോഹരമായിട്ട് എഴുതി, നല്ല എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ വൃത്തിയായിട്ട് ഉത്തരം എഴുതി. പക്ഷെ അത് നോക്കാൻ വന്നിരിക്കുന്ന അധ്യാപകൻ ചിലപ്പോ എന്തെങ്കിലും ദേഷ്യത്തോടെയോ ഒക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ്, നമ്മളെല്ലാം ഉത്തരം എഴുതിയിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് സ്വല്പം മോശമാണ്, അദ്ദേഹത്തിനൊന്നും മനസ്സിലായി വെട്ടിക്കുത്തി കളയത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നല്ലൊരു അധ്യാപകന്റെ കയ്യിൽ എന്റെ പേപ്പർ കിട്ടണേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അരിശത്വം ഇരിക്കുന്ന ആളുടെ കിട്ടരുത് എന്നുള്ളതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയുള്ള കാര്യമാണ് ശാസ്ത്രം
എല്ലാ യുക്തിവാദികൾ പറഞ്ഞ ഏറ്റവും വലിയ കാര്യമാണ് ശാസ്ത്രം. അവർക്ക് ഏറ്റവും കൂടുതൽ ശാസ്ത്രമാണ്. പക്ഷെ ഈ ശാസ്ത്രത്തിൽ പോലും, ഉദാഹരണം ഞാൻ പറഞ്ഞ, ഞാനൊരു നേഴ്സാണ്. ഈ നഴ്സിംഗിൽ നമ്മൾ പഠിക്കുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് അവസാനത്തെ ഒരു പോർഷൻ ഉണ്ട്. അതായത് മരുന്ന് കൊടുക്കുന്നു. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞൊരു ഹാർട്ട് അറ്റാക്ക് വന്നൊരു പേഷ്യന്റ് വന്നു. അപ്പോ നമ്മൾ നോക്കിയപ്പോൾ പേഷ്യന്റ് അനക്കമൊന്നുമില്ല. നമ്മൾ CPR കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ഷോക്ക് കൊടുത്തു. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിന് ഇത്ര സൈക്കിൾ ഉണ്ട്. ആ സൈക്കിൾ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ദൈവത്തെങ്കിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ഒരു പോർഷൻ ഉണ്ട് ശാസ്ത്രത്തിൽ തന്നെ. അപ്പൊ പിന്നെ എന്തിനാണ് ഈ യുക്തിവാദികൾ ശാസ്ത്രം ശാസ്ത്രം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ദൈവത്തിന് എതിരായിട്ട് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഡോക്ടേഴ്സ് പോലും ഇങ്ങനെയാണ് പറയുന്നത്. എനിക്കറിയാവുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അവര് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് തന്നെ, ദൈവമേ ഞാൻ ഇന്ന് ആശുപത്രിയിലേക്ക് പോവുകയാണ്, ഞാൻ എന്റെ അടുക്കൽ വരുന്ന പേഷ്യൻസിനെ എല്ലാം നീ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അവര് തന്നെ വരുന്നത്. അപ്പോ ഇതാണ് എന്നെ രക്ഷിക്കാൻ പ്രാർത്ഥന കൊണ്ടാവുമോ എന്ന ചോദ്യത്തിന് എനിക്കും പറയാനുള്ള ഉത്തരം. അതുപോലെ തന്നെ അടുത്തതായിട്ട് ആ ആങ്കർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് നമ്മുടെ ബൈബിളിൽ പല സ്ഥലങ്ങളിലും ദൈവം നിന്നെ പരീക്ഷിക്കും എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് അബ്രാഹത്തിനെയും, ആദിപിതാവായ അബ്രാഹത്തിനെയും അതുപോലെ ജോബിനെയൊക്കെ ദൈവം പരീക്ഷിക്കുന്നുണ്ട്. കാരണം ദൈവത്തിന് അവരെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നവർ കേൾക്കുമോന്നല്ല, കേൾക്കും എന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അപ്പോ എന്നിട്ടും ദൈവം അവരെ പരീക്ഷിക്കുന്നുണ്ട്. നീ എനിക്ക് വേണ്ടി ഇത് ചെയ്യുമോ എന്ന്. അബ്രഹാത്തിനെ, തന്റെ മകൻ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ ദൈവം പറയുന്നു. അതും അബ്രാഹത്തിന് അതുപോലെ പ്രായമായപ്പോൾ ഉണ്ടായ ഏകജാതനാണ്. അവനെ നീ ബലിയർപ്പിക്കാൻ പറഞ്ഞു. യാതൊരു മടിയും കൂടാതെ അബ്രാഹം ബലിയർപ്പിക്കാനായിട്ട് കത്തി ഉയർത്തിയപ്പോൾ ദൈവം പറഞ്ഞു കത്തി താഴെ ഇടുക. അതാണ്. പക്ഷെ അവിടെ അബ്രാഹത്തിന് ദൈവം പരീക്ഷിക്കുന്ന അതുപോലെ തന്നെ ഈ ഒരു ദൈവം പറഞ്ഞത് കാര്യത്തിലൂടെ ദൈവം പരീക്ഷിച്ചപ്പോ അതിൽ വിജയിച്ച അബ്രാഹത്തിന് ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിയുന്നുണ്ട്. അപ്പോ ഇതിനെക്കുറിച്ചാണ് അടുത്ത ഒരു വീഡിയോ. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അതുപോലെ ഒരുപാട് പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ഏത് മതത്തിലാണെങ്കിലും എല്ലാം പറയുന്നത് ദൈവം എന്നെ പരീക്ഷിക്കുന്നു, ഇതിന് ശേഷം എൻ്റെ നന്മയ്ക്ക് ഓക്കെ എന്നെ പരീക്ഷിക്കുകയാണ്, പക്ഷെ ആദ്യം എന്ന് പറയും. അപ്പം ഈ ബാഡ് സ്പിരിറ്റ് അലഞ്ഞ് നടക്കാൻ ദൈവം അനുവദിക്കുന്നില്ല, ആ ഒരു സൂപ്പർ പവർ അനുവദിക്കുന്നില്ലെങ്കിൽ എന്തിന് പരീക്ഷിക്കണം എന്നൊരു ചോദ്യം. മനുഷ്യനെ വേദനിപ്പിക്കാൻ അത് റീലുകളിലൊക്കെ വരും. ജോബിന്റെ തന്നെ പറയാം. ജോബിന്റെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇന്ന് വായിക്കുന്ന നമുക്ക് കിട്ടുന്നൊരു കൺസലേഷൻ ഉണ്ട്. അതായത് അങ്ങനെയൊക്കെ കടന്നു പോയപ്പോഴും ഹി വാസ് അണ്ടർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്. അവസാനം ജോബ് തിരിച്ച് കർത്താവിലേക്ക് വരികയും ചെയ്യുന്നു. അതാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്കിടയിൽ എപ്പോഴും ഒരു ക്ലാസിക്കൽ ക്വസ്റ്റ്യൻ ആണ്, വൈ ഷുഡ് എ ജസ്റ്റ് മാൻ സഫർ? നീതിമാൻ എന്തിന് സഹിക്കണം? നീതിമാൻ എന്തിന് സഹിക്കണം? അതിന് പല ഉത്തരവുണ്ട്. അതായത് ആ സഹനം മറ്റുള്ളവർക്ക് ചിലപ്പോൾ പ്രചോദനമാവും. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. അതായത് ഇപ്പം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ട് ഞാൻ സഹിക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഉദാഹരണമാണ് പറഞ്ഞത്. സഹിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സഹനത്തെ ഞാൻ വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് അപ്രോച്ച് ചെയ്യുകയാണ്. ആ സഹനത്തെ പരാതിയില്ല, ആരെയും കേഴ്സ് ചെയ്യുന്നില്ല, ഞാൻ ഗ്രേസ്ഫുൾ അപ്രോച്ച് ചെയ്ത് മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ വേറൊരാൾ അപ്പുറത്ത് നിൽപ്പുണ്ട്, അയാളും ഒരു സിമിലർ സഹനത്തിലൂടെ കടന്നു പോവാണ്. പുള്ളി പക്ഷേ അവിടെ ഇവിടെ കുറച്ച് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. പുള്ളിക്ക് ഉള്ളൊരു ലെസണാണ് ഞാൻ. പുള്ളി നോക്കുന്നത് ഹി വിൽ ലുക്ക് അപ്പോൺ മീ. പുള്ളി നോക്കുമ്പോഴേ ആ പുള്ളി ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട് സഹനത്തിലൂടെ കടന്നു പോകുന്നു. പക്ഷേ പുള്ളി ഒരു പരാതിയില്ലാതെ ആ സഹനത്തെ ഏറ്റെടുക്കുന്നു. Thus I become an inspiration for him. ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് മാത്രം കൺസേൺഡ് ആകുമ്പോഴാണ് ഇത്ര ഒത്തിരി ചോദ്യങ്ങൾ വരുന്നത്. ഇതൊരു ഹോൾ സിസ്റ്റമാണ്, ഇതൊരു വലിയ ക്യാൻവാസാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം. ഒരാളും മീനിങ്ലെസ് അല്ല, ഒരു സഹനത്തിനും അർത്ഥമില്ലാതായി പോകുന്നില്ല. ഇഫ് യു ആർ എ ജസ്റ്റ് മാൻ, നീതിമാനാണ് സഹിക്കുന്നതെങ്കിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് മനുഷ്യർ പറയുന്നത് കേൾക്കാറുണ്ട്, ഈ കുരിശിലേക്ക് നോക്കുമ്പോൾ ഒരു ആശ്വാസമാണെന്ന്, ക്രൂസിഫിക്സിലേക്ക് നോക്കുമ്പോൾ ഒരു സമാധാനം. എന്താ സമാധാനം അറിയാമോ? ഒരു തെറ്റും ചെയ്യാത്തവനെ പിടിച്ച് അവിടെ ക്രൂശിച്ചില്ലേ, അപ്പോൾ പിന്നെ അതാണ് ആശ്വാസം. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ ഇടയ്ക്കൊക്കെ ഓരോ കുരുത്തക്കേട് ഒപ്പിക്കുന്ന എനിക്ക് രണ്ടെണ്ണം കിട്ടുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടെ കുരിശിൽ കടന്നപ്പോഴും അവന് പരാതിയൊന്നുമില്ല, ദ്രോഹിച്ചവരോടും അവൻ ക്ഷമിച്ചു. അപ്പോൾ എന്നെ ദ്രോഹിച്ചവരോടും ക്ഷമിക്കാൻ എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടുക. എല്ലാ സഹനത്തിനും ഒരു മീനിങ് ഉണ്ട്. വൈ ഷുഡ് ജസ്റ്റ് സഫർ എന്നതിൻ്റെ കൃത്യ ഉത്തരം കിടക്കുന്നത് ക്രോസിലാണ്, കുരിശിലാണ്. അപ്പോ ദൈവം പരീക്ഷിക്കുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരവാണ് നമ്മളവിടെ കേട്ടത്. ദൈവം പരീക്ഷിക്കുമോ എന്നുള്ളതിന് ചോദ്യത്തിന് നമുക്ക് ബൈബിളിൽ തന്നെ ഏറ്റവും വലിയ ഉദാഹരണം പറയാൻ പറ്റുന്നത് ഈശോയുടെ കാര്യം തന്നെയാണ്. കാരണം പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് 40 ദിവസം ദൈവം മരുഭൂമിയിലേക്ക് അവനെ നയിച്ചു. അപ്പോ അത് ദൈവപുത്രനായ ഈശോയ്ക്ക് വരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് കിട്ടാതിരിക്കുമോ? അപ്പോൾ ദൈവം നമ്മളെ പരീക്ഷിക്കും, ഉറപ്പായിട്ടും പരീക്ഷിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ആ പരീക്ഷകൾ നമ്മൾ വിജയിക്കണം, അതാണ് ദൈവത്തിന്റെയും ആഗ്രഹം. പക്ഷേ നമ്മൾ മനുഷ്യർ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ തോറ്റു പോവുകയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. കാരണം ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദൈവത്തെ നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ തന്നെ ശപിക്കുകയും ഒക്കെ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വരാതിരിക്കാനായിട്ടല്ല, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ ദൈവമേ നിന്നോട് കൂടെ ആയിരിക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റും. പരീക്ഷണങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ പരീക്ഷണങ്ങളിൽ നിന്ന് വിജയിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ പിതാവേ എനിക്ക് സഹായകനെ തരണേ, ഈ പരീക്ഷയിൽ എനിക്ക് ജയിക്കാനായിട്ട് സഹായകനെ തരണേ എന്ന് പ്രാർത്ഥിക്കാം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. പരീക്ഷണം അരുതേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം ദൈവത്തിന്റെ ഏറ്റവും അടുത്തുള്ള ആൾക്കാരെ വരെ ദൈവം പരീക്ഷിച്ചിട്ടുണ്ട്. അതിനൊരു ഏറ്റവും ഒരു ഉദാഹരണമാണ് ഞാനിപ്പോ പറഞ്ഞത്. അതുപോലെ തന്നെ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു അബ്രഹാത്തിന്റെ കാര്യം, ജോബിന്റെ കാര്യം ഇപ്പൊ അച്ഛൻ പറഞ്ഞു. അങ്ങനെ ഒത്തിരി ബൈബിളിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി കാണാൻ സാധിക്കും. അപ്പോ അതാണ് ദൈവം നമ്മളെ പരീക്ഷിക്കുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് പറയാനുള്ളത്. അടുത്ത ഒരു ചോദ്യമായിട്ട് വരുന്നത്, ആക്ച്വലി ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്, എന്താണ് പ്രാർത്ഥന? വാട്ട് ഈസ് പ്രയർ? അപ്പോ അതുപോലെ തന്നെ കിട്ടുന്ന ഒരു കാര്യമാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാത്ത പല പ്രാർത്ഥനകളും ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഉത്തരം കിട്ടാത്ത ഒത്തിരി പ്രാർത്ഥനകളുണ്ട്. അപ്പോ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. അത് എന്തായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇത് വിശ്വാസമില്ലാത്ത ഒരാൾ പറയുന്നതാണ്. 50% കാര്യം നടക്കും. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മലയാളം ടെക്സ്റ്റ് ഉണ്ടായിരുന്നു, ഏലസ് വിറ്റ കഥയാണ്. അപ്പൊ ഇത് വിറ്റ ഒരാൾക്കെങ്കിലും 100 പേർക്ക് ഏലസ് വിറ്റ 2 പേരുടെയെങ്കിലും നടക്കും. അപ്പൊ നടന്നു കഴിയുമ്പോൾ പിന്നെ ആ 2 പേര് ഒരു 100 പേരോട് പറയുന്നു, അതിലും 2 പേർക്ക് നടക്കുന്നു. സോ അതുപോലെ പ്രാർത്ഥിക്കുന്നു, ചിലത് നടക്കും, നടക്കത്തില്ല. നടക്കുന്നവരത് കാര്യമായി പറയുന്നു, അത് പുറത്തു വരുന്നു. നടക്കില്ലാത്തവർ, അപ്പോൾ ഈ നടക്കില്ലാത്തവർക്ക് അതെങ്ങനെയാണ് ഒരു അവർക്ക് എന്ത് റിവാർഡാണ് കിട്ടുന്നത്, എന്താ അതിൽ വരുന്നത്? നടക്കാത്തവരുടെ അവസ്ഥ. പ്രാർത്ഥനകൾ യാചനകളല്ല, പ്രാർത്ഥനകൾ അഭ്യർത്ഥനകളൊന്നുമല്ല. പ്രാർത്ഥനകൾ അഭ്യർത്ഥനകളെന്ന് പറയാൻ കാര്യം, നമ്മുടെ പലരുടെയും പ്രാർത്ഥന കേട്ടാൽ തോന്നുവേ കർത്താവിന് അറിയാത്ത കാര്യം കർത്താവിനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. കർത്താവ് ഒരു വീട് പണിയുന്നുണ്ട് തീർക്കാൻ, അപ്പോൾ കർത്താവ് അറിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അറിയിക്കാം. പിന്നെ എൻ്റെ കെട്ടിച്ചു വിട്ട കൊച്ചിന് കൊച്ചുണ്ടായിട്ടില്ല, മോക്ക് കൊച്ചുണ്ടായിട്ട് അറിഞ്ഞിട്ടില്ലോ, അപ്പോൾ ഞാൻ അറിയിക്കാം. കർത്താവിനെ അറിയിക്കൽ പരിപാടിയല്ല പ്രാർത്ഥന. ഇറ്റ്സ് മോർ അബൌട്ട് എ കണക്ഷൻ. അപ്പം ഉടനെ അപ്പോൾ ചിന്തിക്കും, എന്നാൽ പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ, കർത്താവിനെല്ലാം അറിയാമെങ്കിൽ. അതിന് വേറൊരു ഉത്തരവുണ്ട്. ഈ ഗോസ്പലിൽ ഒരു സംഭവമുണ്ട്, റേനു വായിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഒരു ബ്ലൈൻഡ് മാൻ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്, ഒരു അന്ധയാചകൻ. അപ്പോൾ കർത്താവ് ചോദിക്കുകയാണ് ഇവനോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? എന്നെ ഒരു ചോദ്യം നോക്കിക്കേ, ആർക്കാണ് അറിയാത്തത് കാഴ്ചയില്ലാത്തവന് വേണ്ടത് കാഴ്ചയാണ്? പിന്നെ എന്തിനാ അത് പറയിപ്പിക്കുന്നത്? നീ പറ നിനക്ക് എന്ത് വേണമെന്ന്. അതിൻ്റെ അർത്ഥം എന്നറിയാമോ? നീ പറയടാ, ആ പറച്ചിലൊരു ബന്ധമുണ്ട്. അപ്പോൾ അവർക്ക് എന്താ റിലീഫ് കിട്ടുന്നത്? അതിൻ്റെ ഉത്തരം നടക്കുന്നത് വീണ്ടും ഗോസ്പലിലോട്ട് പോവുകയാണ്. ചിലതിൻ്റെ ഉത്തരം അവിടെ കിടപ്പുള്ളൂ. ഇതിൻ്റെ കുറേ കൂടെ പ്രോ വേർഷൻസ് വീണ്ടും ബൈബിൾ വായിച്ചാൽ കിട്ടും. ഗത്സമനിയിൽ ഈശോയുടെ പ്രാർത്ഥനയുണ്ട്. ഞാൻ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, എല്ലാ പ്രാർത്ഥനകൾക്കും നമ്മൾ പ്രാർത്ഥിച്ചതല്ല ഉത്തരം. നമ്മളിന്ന് ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ തയ്യാറാക്കുന്ന ചോദ്യ പേപ്പറിന് ഉത്തരം എഴുതി തരുന്ന അനുസരണമുള്ള വിദ്യാർത്ഥിയായിട്ടാണ്. ദൈവം അങ്ങനെയൊന്നുമല്ല, ദൈവം അങ്ങനെയല്ല. എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ഉണ്ടെങ്കിൽ ദൈവം ആദ്യം ഉത്തരം കൊടുക്കേണ്ടിയിരുന്നത് ഗത്സമനിയിലെ ഈശോയുടെ പ്രാർത്ഥനയ്ക്കാണ്. ചരിത്രത്തിൽ ആരും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകത്തില്ല. രക്തം വിയർപ്പ് തുള്ളിയായി ഇറ്റിച്ച് അവൻ പ്രാർത്ഥിച്ചു, അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്ത് മാറ്റിത്തരണേ. ഉത്തരമില്ല. അപ്പം നമ്മൾ ചോദിക്കും, പിന്നെ എന്തിനാ ഈ പ്രാർത്ഥന? പക്ഷെ വേറൊരു ഉത്തരമുണ്ട്. നമ്മൾ വായിക്കുന്നത് ദൈവം ഒരു മാലാഖയെ അയച്ചു എന്നാണ്. ആൻഡ് ദാറ്റ് ഏഞ്ചൽ ഈസ് ഗോയിങ് ടു ഹെൽപ്പ് ഹിം, സപ്പോർട്ട് ഹിം. എന്തിന്? ഈ പാനപാത്രം കുടിക്കാൻ. അപ്പോൾ എന്തിനാ പ്രാർത്ഥിക്കുന്നറിയാമോ? ഉത്തരം കിട്ടാൻ വേണ്ടി മാത്രമല്ല, ഈ സഹനത്തിൻ്റെ ഫേസിനെ ഓവർകം ചെയ്യാൻ വിൽ ബി ഗെറ്റിംഗ് എ ഡിവൈൻ ഹെൽപ്പ്, എ ഡിവൈൻ സപ്പോർട്ട്. ചിലപ്പോൾ അത് പ്രാർത്ഥന വഴി നടക്കും. ഉത്തരം കിട്ടിയില്ലെങ്കിലും ഇത് കടന്നു പോകും, ഇത് മുന്നോട്ട് കടന്നു പോകും. പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പല തരത്തിൽ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഞാൻ എന്താണ് പ്രാർത്ഥന? അപ്പം പറഞ്ഞു നമ്മൾ പെറ്റീഷൻ അല്ല പ്രാർത്ഥന. ഞാൻ ചെറുപ്പം തൊട്ട് എന്തെങ്കിലും പ്രാർത്ഥിച്ച് കിട്ടാണ്ടിരിക്കുമ്പോൾ ഞാനും പല സ്ഥലത്തും പരാതി വരാനല്ല. ശരിക്കും എന്താണ് പ്രാർത്ഥന? അപ്പം ഒരു ഏത് മതം, ഏത് ജാതി, എന്തോ ആയിക്കൊള്ളട്ടെ, വാട്ട് ഇസ് പ്രെയർ? കണക്ഷൻ. യു നോ ദാറ്റ് കണക്ഷൻ. ഇറ്റ്സ് ഓൾ അബൌട്ട് കണക്ഷൻ, റിലേഷൻഷിപ്പ്. അതായത് ചിലരുണ്ട് ഭയങ്കര ദൈവഭക്തനാണെന്നൊക്കെ പറയും, ഒരിക്കലും അടങ്ങിയിരുന്ന് പ്രാർത്ഥിക്കുകയല്ല. എന്നിട്ട് പറയും എനിക്ക് ദൈവം ഉള്ളിലുണ്ട്. അങ്ങനെ പറയുന്നവരുണ്ടല്ലോ. ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും ഒരിക്കൽ പോലും അവളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവരെ പോലെയാണ്. നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ കൂടെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യേണ്ടതല്ലേ? അതല്ലേ എക്സ്പ്രഷൻ ഓഫ് ലവ്? അത്രയേ ഉള്ളൂ പ്രാർത്ഥന.
ദൈവത്തിൻ്റെ പ്രസൻസിൽ ഞാൻ ഇരുന്ന് കൊടുക്കുന്ന നേരമാണ് പ്രാർത്ഥന. ആ ബന്ധത്തെ ഞാനിങ്ങനെ നറിഷ് ചെയ്യുന്ന സമയമാണ്, അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്ന നേരമാണ്. ഇറ്റ്സ് എ ലവിങ് എക്സ്പീരിയൻസ്. അങ്ങനെയാണ് പ്രാർത്ഥന മാറേണ്ടത്. അതുകൊണ്ട് ഞാൻ ആൾക്കാരോടൊക്കെ പറയുകയും ടെക്സ്റ്റുവൽ പ്രയേഴ്സൊക്കെ വേണം, കാരണം നമുക്കൊരു മോഡൽ വേണമല്ലോ. ടെക്സ്റ്റുവൽ പ്രയേഴ്സിനപ്പുറത്തും സൈലൻറ്റ് പ്രയർ വേണം, നിശബ്ദത പ്രാർത്ഥനയാകണം. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നമുക്ക്. അവിടെയാണ് നമ്മൾ ആ ബന്ധത്തെ റിലീസ് ചെയ്യുന്നത്. അപ്പോ അതാണ് അച്ഛൻ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രാർത്ഥന? അതൊരു കണക്ഷനാണ്, ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷൻ. അതായത് നമുക്ക് എന്ത് കാര്യത്തിനും നമ്മൾ ദൈവത്തെ ആശ്രയിക്കുക, ദൈവത്തിനോട് പോയി സംസാരിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ 24 നമ്മൾ ഇന്ന സമയം, അതായത് നമ്മൾ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, ദശാംശം കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. നിനക്ക് ഉള്ളതിന്റെ 10% ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ദശാംശം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്റെ സമ്പത്തിന്റെ 10% കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ഉള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ സമ്പത്ത് വരും, നമ്മുടെ സമയം വരും, നമ്മുടെ ആരോഗ്യം വരും, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം അതിന് നമ്മൾ 10% എന്ന് പറയുമ്പോൾ 24 മണിക്കൂറാണ് ഒരു ദിവസം ഉള്ളത്. ആ 24 മണിക്കൂറിൽ ഒരു 2.5 മണിക്കൂർ നമ്മൾ ദൈവത്തിന് കൊടുക്കണം. അതാണ് നമ്മുടെ 10% എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോ നമുക്ക് ഒരു 2.5 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഒരു ദിവസം ഇരിക്കാൻ പറ്റി, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റി എന്ന് വരില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനകത്ത്? അപ്പോ അച്ഛൻ തന്നെ പറഞ്ഞു, ദൈവത്തിനോട് കൂടി ആയിരിക്കുന്ന സമയം, അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ദൈവത്തിനോട് കൂടി ആയിരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റുമെന്ന്. ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് യൂത്ത് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം അവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്നേക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം അമ്മ പണ്ട് ജോലി ചെയ്തിരുന്ന ഇവിടെ അമ്മയ്ക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കാനോ പള്ളിയിൽ പോകാനോ സമയം കിട്ടിയിരുന്നില്ല. അമ്മ വീട്ടിലെ ജോലി തന്നെയാണ്, പക്ഷെ വല്യപ്പനും വല്യമ്മയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും അമ്മയ്ക്ക് സമയം കിട്ടിയിരുന്നില്ല. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു തന്നേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ജോലി ദൈവത്തിന് അർപ്പിക്കുക, ഒരു പ്രാർത്ഥനയായിട്ട് തന്നെ. കർത്താവേ, ഞാൻ ഈ ചെയ്യുന്ന ജോലി എന്റെ കൂടെ നീയും ഉണ്ടാവണമേ, ഇതൊരു പ്രാർത്ഥനയായി സ്വീകരിക്കണമേ. അപ്പോൾ നമ്മൾ ദൈവത്തോടു കൂടി ആയിരിക്കുക. ആ ചെയ്യുന്ന ജോലിയുടെ ഇടയ്ക്ക് സുഹൃദേവം ചൊല്ലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെല്ലുക. ഇതൊക്കെയാണ് അമ്മ എന്നോട് പറഞ്ഞു തന്നിരിക്കുന്നത്. അത് വളരെ നല്ലൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന എനിക്ക് ഒരു 8 മണിക്കൂറാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈ 8 മണിക്കൂർ നേരം ഞാൻ ഇങ്ങനെ ഇങ്ങനെ ജോലി ഞാൻ ദൈവത്തിന് സമർപ്പിച്ച്, ദൈവമേ നീ എന്റെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പറഞ്ഞ് ഇടയ്ക്ക് ഓരോ സുഹൃദേവൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ദൈവത്തോടു കൂടിയാണ്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്റെ സമയം കൊടുക്കുന്നുണ്ട്. ദൈവത്തോടു കൂടി ആയിരിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ദൈവത്തിന് സമയം കൊടുക്കുന്നുണ്ട്. അപ്പോ നമുക്ക് മാത്രമല്ല, ഇപ്പൊ നമ്മൾ തനിച്ചായിരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു നിശബ്ദമായിട്ടുള്ള ഒരു കാര്യം, നിശബ്ദമായിട്ട് പ്രാർത്ഥന വേണമെന്ന് പറഞ്ഞു. നമ്മൾ തനിച്ചായിരിക്കുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞു, നമ്മളിപ്പോ ഒരു കാറിൽ നമ്മൾ വന്ന് ഡ്രൈവ് ചെയ്ത് നമ്മൾ പോവുകയാണ്, നമ്മൾ തന്നെ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ബൈക്കിലോ എവിടെയെങ്കിലും നമ്മൾ തന്നെ പോവുകയാണ്. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ സാധിക്കും ദൈവത്തിനോട്, പ്രാർത്ഥനയായിട്ടും അല്ലാണ്ടും ഒക്കെ. ആദ്യമേ ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞു, നമ്മൾ മറ്റു കൂട്ടുകാരോട് സംസാരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ സാധിക്കുമെന്ന്. അപ്പോ അതൊക്കെ ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തോട് സംസാരിക്കുന്നത് പ്രാർത്ഥനയാണ്. നമ്മൾ കുഞ്ഞുനാളിൽ നമുക്ക് സൺഡേ സ്കൂളിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ദൈവത്തിന് കൊടുക്കുന്ന സമയം തന്നെയാണ്. അപ്പോ ദൈവത്തിന്റെ പ്രസൻസ് നമുക്ക് അവിടെ ഫീൽ ചെയ്യും, ഉറപ്പായിട്ടും നമുക്ക് ഫീൽ ചെയ്യും. നമ്മളൊന്ന് കുറച്ച് നമ്മൾ മൈൻഡിൽ നിർത്താൻ മതി, നമുക്ക് അതിനൊരു റിപ്ലൈ ഉറപ്പായിട്ടും കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യമാണ് പ്രതിഫലം കിട്ടാത്ത കാര്യങ്ങൾ. എനിക്ക് പ്രതിഫലം കിട്ടാത്ത പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ടും കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും പ്രതിഫലം കിട്ടാത്ത പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടി ഉണ്ട്. ഇത് സംഭവിച്ച എനിക്ക് ഒരു ഡിഫക്റ്റ് ഉണ്ട്, അതെന്തായാലും ഞാൻ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ആ ഒരു ഡിഫക്റ്റ് ആ ഒരു ഡിഫക്റ്റിലേക്ക് ഞാൻ വന്നു. അതിനുശേഷം ഞാൻ ധ്യാനമൊക്കെ കൂടി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും എനിക്ക് അതിനകത്തുനിന്ന് ഒരു മോചനം കിട്ടിയില്ല. പക്ഷെ വർഷങ്ങൾ കുറെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉണ്ടായിട്ടുള്ള അങ്ങനെയുള്ള വിഷമങ്ങൾ നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, കുറച്ച് പുറകോട്ട് പോയി ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും എന്തായിരുന്നു ആ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം എവിടെയാണ് കിട്ടിയത് എന്ന്. നമുക്ക് ആ പ്രാർത്ഥനയ്ക്ക് നമുക്ക് പ്രതിഫലം കിട്ടിയിട്ടുണ്ട്, ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്. അത് എന്തായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത് എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഞാനിത് പറയുന്നത്.
ഒരിക്കലും നമ്മൾ പ്രാർത്ഥിച്ചതിന് പ്രതിഫലം കിട്ടാതിരിക്കില്ല. ഇപ്പോ അച്ഛൻ അതിനകത്ത് പറഞ്ഞു പ്രതിഫലം കിട്ടാനാണെങ്കിൽ ഏറ്റവും ആദ്യം കിട്ടേണ്ടത് ഈശോയ്ക്കാണ് എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഒരു സഹായനെ കിട്ടി. പക്ഷെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയ്ക്ക് പ്രതിഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കേണ്ട കാര്യമാണ്. ഈശോ ജനിച്ചത് തന്നെ, ഈശോ ഭൂമിയിലേക്ക് വന്നത് തന്നെ ആ കുരിശുമരണം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈശോയെ കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരണം, അതാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. അത് പൂർത്തീകരണം നടന്ന് സഹായകൻ ഭൂമിയിലേക്ക് വരണമെങ്കിൽ ഈശോ ആ കുരിശുമരണം ഏറ്റെടുത്തേ മതിയാവൂ. അതുകൊണ്ടാണ് അവിടെ ഈശോയ്ക്ക് ഒരു പ്രതിഫലമായിട്ട് അല്ലെങ്കിൽ ഒരു ആൻസർ കിട്ടാത്തത്. പകരം അത് സഹിക്കാനുള്ള ഒരു ശക്തിക്ക് വേണ്ടി ഒരു സഹായത്തിന് അവർ മാലാഖയെ ദൈവം അയക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നിസ്സാരമായിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഒരു ദിവസത്തില് 24 മണിക്കൂറില് ഈ 2.5 മണിക്കൂറൊന്നും അല്ല, നമുക്ക് ഇഷ്ടംപോലെ സമയം ദൈവത്തിന് കൊടുക്കാൻ പറ്റും. നമ്മൾ ഓരോ നടക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും പലരും കണ്ടിട്ടുണ്ടാവുമല്ലോ, നടക്കുന്ന സമയത്ത് കൊന്തയൊക്കെ ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ആൾക്കാർ. സ്വാഭാവികമായിട്ടും നമ്മൾ ധാരാളം സമയം നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ളത് മാക്സിമം ആയിട്ട് ദൈവം നമുക്ക് തിരിച്ചു തരും. അതിനേക്കാട്ടിലും ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മള് ദശാംശം കൊടുക്കുന്ന ഒരു കാര്യം, ഇത് അച്ഛൻ തന്നെ പണ്ടൊരു ഒരു ഇതിൽ പറഞ്ഞാണ്. എനിക്ക് ഇതിനെക്കുറിച്ച് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ തന്നെ ഈ അച്ഛനോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. അച്ഛൻ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ദശാംശം നമ്മൾ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോ ആ ഒരു സംഗതിയിൽ അച്ഛൻ കുറെ ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. 8 ലക്ഷം രൂപ 10 ലക്ഷം രൂപയൊക്കെ ദശാംശമായിട്ട് കൊടുത്ത ആളുടെ കഥയല്ല സംഭവമൊക്കെ അച്ഛൻ അതിൽ പറയുന്നുണ്ട്. അപ്പോ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാനിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, നമ്മൾ എങ്ങനെയാണ് ദശാംശം കൊടുക്കേണ്ടത്. അത് കാരണം നമ്മുടെ ഇപ്പോ 20,000 രൂപ ശമ്പളം മേടിക്കുന്ന ഒരാൾ 2,000 രൂപ പള്ളിയിൽ കൊണ്ടേ കൊടുത്താൽ മതിയോ എല്ലാ മാസവും? അതോ എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ സ്തോത്ര കാഴ്ച ഉണ്ടാവും, ആ സ്തോത്ര കാഴ്ചയിൽ ഇട്ടാ മതിയോ? അതോ നമ്മൾ നേർച്ചയായിട്ട് ഇടുന്ന പൈസ മതിയോ? അതായത് നമ്മൾ എല്ലാ മാതാവിന്റെയും ഈശ്വരന്റെ രൂപത്തിന്റെ പിന്നിൽ നേർച്ചപ്പെട്ടിട്ടുണ്ടാവും, അവിടെ ഇട്ടാ മതിയോ? അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയോ എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. ഞാൻ പലരോടും ചോദിച്ചിട്ടും എനിക്കതിന് ഉത്തരം കിട്ടിയില്ല. പിന്നെ ഞാൻ അച്ഛന്റെ നമ്പർ കണ്ടുപിടിച്ച് വിളിച്ച് ചോദിച്ചപ്പോ അച്ഛൻ എന്നോട് പറഞ്ഞത് നമ്മൾ എങ്ങനെ കൊടുത്താലും പ്രശ്നമില്ല, നമ്മളത് കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ ഇടവക പള്ളിയിൽ തന്നെ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇടവക പള്ളിയിൽ നമ്മൾ കൊടുത്തിരിക്കണം. അത് സ്തോത്ര കാഴ്ചയായിട്ടോ നേർച്ചയായിട്ടോ, ഇനി അതല്ല ഡയറക്റ്റ് കൊണ്ട് കൊടുക്കുകയോ ചെയ്താലും ഒരു പ്രശ്നവുമില്ല. പക്ഷെ അത് കൊടുത്തിരിക്കണം. അത് കൊടുക്കുന്നത് കൊണ്ട് ദൈവം ബൈബിളിൽ ഒരു കാര്യത്തിൽ മാത്രമേ ദൈവത്തെ പരീക്ഷിക്കാൻ എഴുതിയിട്ടുള്ളൂ, അത് ദശാംശം കൊടുക്കുന്ന കാര്യത്തിലാണ്. നിങ്ങളുടെ 10% നിങ്ങൾ എനിക്ക് തന്ന് പരീക്ഷിച്ചു നോക്കുവിൻ, നിങ്ങൾക്ക് എന്തൊക്കെ പ്രതിഫലം കിട്ടുമെന്ന് ദൈവം മലാക്കിയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോ ദൈവം പരീക്ഷിക്കാൻ പറഞ്ഞേക്കുന്ന ഈ കാര്യം ഒന്ന് പരീക്ഷിച്ചു നോക്ക്. അത് കൊടുത്തിട്ട് ധാരാളമായി പ്രതിഫലം കിട്ടിയിട്ടുള്ള ഒത്തിരി പേരെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് അതും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി ഒരു വീഡിയോ ഉള്ളത് പ്രാർത്ഥന കൊണ്ട് നമുക്ക് എങ്ങനെ വികാരങ്ങളെ നിയന്ത്രിക്കാം എന്ന് ആ കുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോ അതിന്റെ വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. കാരണം നമ്മളൊരു ക്രിസ്ത്യൻ ബിലീഫിൽ അടിച്ചു പിടിച്ചുവാണെങ്കിലും നമ്മൾ വളരുന്ന കൂടെ നമുക്ക് ആ ചെറിയ വേദവശ പുസ്തകം പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളോട് ഒരുപാട് പറയുന്ന കാര്യങ്ങളുണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം കോപം, വിദ്വേഷം, അസൂയ, വഞ്ചന, ഇതിനെല്ലാം പ്രാർത്ഥന എങ്ങനെയാണ് ഒരാളെ രൂപപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ട് എങ്ങനെയാണ് ഇതിനൊരു മാറ്റം വരിക? പ്രാർത്ഥന മാത്രമല്ല, ഈ വാല്യൂ ഫോർമേഷൻ, ഈ ഗോസ്പൽ വാല്യൂ ഫോർമേഷൻ, അതിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നത്. പിന്നെ ഓൾസോ പ്രയർ ഹെൽപ്പ് ചെയ്യും. കാരണം വികാരങ്ങളെന്ന് പറയുന്നുണ്ടല്ലോ, ദേ ആർ മോർ ഇൻസ്റ്റിങ്സ്. എൻ്റെ കർണത്തൊരാൾ അടിച്ചാൽ തിരിച്ച് അവൻ്റെ കർണക്കുറ്റി നോക്കി കൊടുക്കുന്നതാണ് ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ്. ഏത് മനുഷ്യനും തോന്നിപ്പോവും. അത് കൊടുക്കാതിരിക്കുന്നതിൻ്റെ പേരാണ് എൻ്റെ സ്പിരിച്വൽ ഗ്രോത്ത്. കാരണം അവൻ എന്നെ അടിച്ചത് ഒരു പക്ഷേ അവൻ്റെ അറിവുകേട് കൊണ്ട്, അവൻ്റെ ആ നേരത്തെ ഒരു ഇമോഷണൽ ഇംബാലൻസ് കൊണ്ട് ആണെന്ന് റിയലൈസ് ചെയ്ത് അവിടെ ആ നേരത്തെ കുറെ കൂടെ മച്ചുവേർഡ് ആകുന്നത് കൂടിയാണ് സ്പിരിച്വാലിറ്റി. ഈയിടെ എനിക്ക് തോന്നുന്നത് ശശി തരൂറിൻ്റെ പ്രസംഗത്തിലാണെന്ന് തോന്നുന്നു ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു. ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്. ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറയുമല്ലോ. അപ്പം ഞാൻ പോയി ഗൂഗിളിൽ നോക്കി. എൻ്റെ ഓർമ്മ ശശി തരൂറിൻ്റെ വായിൽ നിന്നാണ് കേട്ടതെന്നാണ്. ഞാൻ ഗൂഗിളിൽ നോക്കി, ഗൂഗിളിൽ ആ വാക്കുണ്ട്. ഭയങ്കര രസമുള്ള വാക്കാണ് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്. എൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ
നമ്മൾ ജീവിക്കുന്നതും അംഗമായിരിക്കുന്നതും ഏത് മതത്തിലും ആകട്ടെ, ഡീപ്പ് ഇൻസൈഡ് വി ആർ ഹാവിങ് ക്രിസ്ത്യൻ വാല്യൂസ്. അതിനെയാണ് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. വി മേ നോട്ട് അപ്പിയർ ആസ് ക്രിസ്ത്യൻ, ബട്ട് ഡീപ്പ് ഇൻസൈഡ് വി ഹാവ് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്. അതിനെക്കുറിച്ച് പറയുന്ന ഇതാണ്: ഒരു കാരണത്തടിക്കുന്നവനോട് ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ലെങ്കിൽ അൾട്ടിമേറ്റ് കെയോസ്. നേരത്തെ പറഞ്ഞ വാക്കാണ്. നമുക്ക് കിട്ടുന്നതിനെല്ലാം തിരിച്ചു കൊടുക്കാൻ എല്ലാവരും തുടങ്ങിയാൽ ഇവിടെ എന്തായിരിക്കും ഭൂമി സംഭവിക്കാൻ പോകുന്നത്? ഓരോ രാജ്യവും യുദ്ധത്തിനിറങ്ങും. ഓരോ രാജ്യവും പോലും നെഗോസിയേഷൻ ഇല്ല, ഫൊർഗീവ്നെസ് ഇല്ല. ഇതാവശ്യമുണ്ട് ഇവിടെ ജീവിക്കാൻ. ഞാൻ ഈയിടെ ഏതോ ഒരു സിനിമയുടെ ക്ലിപ്പ്, സുരാജ് വെഞ്ഞാറമൂടിൻ്റെയാണ്, ഞാനത് ട്രെയിലറാണോ കണ്ടേ അതോ ക്ലിപ്പാണോ കണ്ടെന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഇങ്ങനെ ഒരു ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തൊരു ഫേസുമായിട്ട് ഡ്രൈവിംഗ് സീറ്റിലാണ്. അപ്പോൾ ഏത് സിനിമയാണ് അറിയാമെങ്കിൽ പറയണം. അതായത് ആൾക്കാർ ആരൊക്കെയോ കാറിനകത്തുണ്ട്. അപ്പോൾ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാണ് ഇയാൾ. ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇയാൾ പറയുന്നൊരു ഡയലോഗ്, എനിക്ക് സ്നേഹമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്കത് കിട്ടിയിട്ടില്ല എന്നാണ്. എനിക്ക് സ്നേഹമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്കത് കിട്ടിയിട്ടില്ല എന്നാണ്. അതായത് സ്നേഹം കിട്ടാത്ത എല്ലാവരും വെറുപ്പുമായിട്ടിറങ്ങിയാൽ ഈ ലോകം എങ്ങനെയാവും? അവിടെയാണ് ഡിവൈൻ സ്പേസ് വേണ്ടത്. ഒരു കാരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കണം. അടി കിട്ടിക്കൊണ്ടിരുന്നതിന് മറുകരണവും അടി കിട്ടിയാൽ ഞാൻ സ്വാഭാവികമായ സംശയങ്ങൾ ഒരു മനുഷ്യനുണ്ടാവുന്നതാണ്. അപ്പോൾ വീണ്ടും അവൻ്റെ ആ കാരണത്തും അടി കിട്ടിയാൽ, അത് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, ആ അടിയും കിട്ടുന്നു, വീണ്ടും അടി കിട്ടുന്നു, നിരന്തരം ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും അത് ബൈബിളിൽ ഒറിജിനലി ഉപയോഗിക്കുന്നത് വലത് കാരണത്തടിക്കുന്നവന് ഇടത് കാരണം കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അതിന്റെ മീനിങ് വേറെ ഒന്നുമാണ് ശരിക്കും ഒറിജിനലി. ഈ റോമൻ ഭരണത്തിന്റെ കീഴിലാണ് യഹൂദർ കിടന്നത്. അപ്പോൾ ഈ പടയാളികൾ ഈ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ ലെഫ്റ്റ് ഇങ്ങനെ പുറം കൈകൊണ്ട് അടിക്കും. ഇത് ആക്ഷേപിക്കുന്നതാണ്, ഇത് പരിഹസിക്കുന്നതാണ്, നിന്ദിക്കുന്നതാണ്. അപ്പൊ ചില നിന്നാപമാനങ്ങൾ ഏറ്റെടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ചുമ്മാ നിന്ന് അടി വാങ്ങുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അപ്പോ എങ്ങനെ വികാരങ്ങളെ നിയന്ത്രിക്കാം എന്നുള്ളതാണ് അച്ഛൻ അതിനകത്ത് പറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോ നമുക്ക് നമ്മുടെ വികാരങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥനയോട് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഞാൻ നന്നായിട്ട് ദേഷ്യം വരുന്ന ഒരാളാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതിന് ഞാൻ കണ്ടിട്ടുള്ള ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കാരണം എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് ആരാ ഫ്രണ്ടിൽ നിൽക്കുന്നത് നോക്കൂല, പെട്ടെന്ന് പറയും, തീർക്കും. പക്ഷെ ആ ദേഷ്യം എന്നിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പറഞ്ഞ ആളോട് പോയി ക്ഷമ പറയാനോ അദ്ദേഹത്തിന് കൂട്ടുകൂടാനോ ഒക്കെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ആ ഒരു ക്വാളിറ്റി എനിക്ക് ഉണ്ട്. എന്തായത് ഒരാളോട് ദേഷ്യം വെച്ചോണ്ടിരിക്കാത്ത രീതിയിൽ. പക്ഷെ ഞാൻ പറയുന്ന വാക്കുകൾ എന്തുമാത്രം മുറിപ്പെടും എന്നുള്ളത് എനിക്കും അറിയില്ല. എന്തായാലും ഇതാണ് നമുക്ക് വികാരങ്ങളെ പ്രാർത്ഥനയിലൂടെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിന് അച്ഛൻ പറഞ്ഞൊരു ആൻസർ. അതുപോലെ തന്നെ അച്ഛൻ ഇതിനകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട്. അതായത് മതം എന്തിനാണ് എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് എനിക്ക് മതത്തിന്റെ ആവശ്യമില്ല. ആക്ച്വലി ഞാൻ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നിട്ട് ഒരു മതം ഉണ്ടാക്കിയിട്ടല്ല പോയത്. ക്രിസ്തു ഉണ്ടാക്കിയത് സഭയാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെയാണ്, ക്രിസ്തുവിന്റെ അനുയായികളെ. നിന്റെ കുരിശും എടുത്ത് എന്റെ പിന്നാലെ വരിക എന്നാണ് ക്രിസ്തു പറഞ്ഞത്. അതിനകത്ത് തന്നെ സഹനം ഉണ്ട്. നമുക്ക് സഹനമുണ്ടെങ്കിൽ മാത്രമേ ക്രിസ്ത്യാനിയാവാൻ സാധിക്കൂ. അത്രയും. അതുപോലെ തന്നെ ഇപ്പൊ അച്ഛൻ അതിനകത്ത് പറഞ്ഞു, ക്രിസ്ത്യാനിറ്റിയുടെ വാല്യൂസ് ഏതൊരു മനുഷ്യന്റെയും ഉള്ളിലുണ്ടെന്ന്. അപ്പോ അതുകൊണ്ട് തന്നെ ആ ഒരു ക്രിസ്ത്യാനിറ്റി അത് നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ ഒരു മതം ആവശ്യമാണ്. അതായത് ക്രിസ്തു മതം എന്ന്, ഞാനിപ്പോ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്തു മതം. നേരെ മറിച്ചൊരു ഹിന്ദു ആണെങ്കിൽ അദ്ദേഹത്തിന് ആ മതം ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ പിൻതലമുറയിലേക്ക് അത് പകർന്നു കൊടുക്കാനായിട്ട് ആ മതം ആവശ്യമാണ്. അവിടെയാണ് മതത്തിന്റെ പ്രസക്തി ഇരിക്കുന്നതെന്ന് അച്ഛൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതോടെ ഞാൻ വെക്കുന്നില്ല. എന്തായാലും ഇതാണ് എനിക്ക് പ്രാർത്ഥനയെക്കുറിച്ച് എനിക്കും പ്രത്യേകിച്ച് പറയാനുള്ളത്. നമുക്ക് മാക്സിമം പ്രാർത്ഥിക്കുന്നവരായിട്ട് ജീവിക്കാം. പല യുക്തിവാദികളും ഉണ്ടാവും. അവർക്ക് അതിന്റെ വാല്യൂ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ അതിലേക്ക് വരും. നിങ്ങൾ അറിയാൻ മേലാത്ത ഒരു സംഗതിയാണ് ഇപ്പൊ യുക്തിവാദികൾ, ശാസ്ത്രത്തിന്റെ പേരും പറഞ്ഞ് മനസ്സിലാവുന്ന പല യുക്തിവാദികൾക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഈ ഓരോ ശാസ്ത്രത്തിന്റെ ഓരോ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളും നടത്തിയ ശാസ്ത്രജ്ഞന്മാർ എല്ലാവരും ദൈവവിശ്വാസികൾ തന്നെയായിരുന്നു. അവരെല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോഴത്തെ പുതിയ പുതിയ കാലഘട്ടത്തിലേക്ക് വരുന്നതനുസരിച്ച് ദൈവത്തിനോടുള്ള മനുഷ്യന്റെ വിശ്വാസം കുറഞ്ഞു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് കുറച്ച് ലെങ്തി ആണ്. എന്തായാലും എല്ലാവരും കാണാൻ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയെ പറ്റി നിങ്ങൾക്കുള്ള
എല്ലാ കാര്യങ്ങളും കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഇത് മാക്സിമം ഷെയർ ചെയ്യുക. ഈ വീഡിയോസിനൊക്കെ നല്ല വാല്യൂ കൊടുക്കേണ്ട വീഡിയോസ് ആണ് ഇത്തരം വീഡിയോസ്. അപ്പോ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ നന്നായിരിക്കും. അവർക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഏതെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ തിരിച്ചു വരട്ടെ. എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ബൈ.